ജനപ്രതിനിധികൾ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കായി കടലിൽ അമർന്ന് നായരമ്പലം വെളിയത്താംപറമ്പ് പ്രദേശവാസികളെ തന്നെ തിരിച്ചടിക്കുകയാണ്. തകർന്നു കിടക്കുന്ന കടൽഭിത്തിക്ക് മുകളിലൂടെ അടിച്ചുകയറുന്ന വെള്ളം ഇന്നാട്ടുകാരുടെ വീടിന്റെ തറ വരെ ഇളക്കുന്നു. കൂറ്റൻ തിരമാലകളെ തടയുന്ന സംരക്ഷണ ഭിത്തിക്കായുള്ള കാത്തിരിപ്പിലാണ് ഒരു പതിറ്റാണ്ടായി ഇവർ. രാത്രിയോ പകലോ എന്നില്ലാതെ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. 15 വർഷം മുമ്പ് സ്ഥാപിച്ച കടൽഭിത്തി തകർത്തെറിഞ്ഞ് റോഡും കടന്ന് വീടുകളിലേക്ക്. കടലിരമ്പം കേട്ടാൽ ഉറക്കമില്ലാത്ത രാത്രികൾ. നേരം വെളുത്താൽ റോഡിൽ വന്നു നിന്ന് കലിതുള്ളിയെത്തുന്ന തിരമാലയും നോക്കി അങ്ങനെ നിൽക്കും. വർഷങ്ങളായി മഴക്കാലമായാൽ വെളിയത്താംപറമ്പുകാരുടെ ജീവിതം ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റണില്ല. ഞങ്ങൾ എത്ര കൊല്ലോ ഇത് അനുഭവിക്കണത്. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്കില്ലേ? ഞങ്ങളുടെ പെരമ്പൽ വന്നാണ് കുത്തണത്. ഇതേ പെരയൊക്കെ തറയൊക്കെ ഇളകി കിടക്കണേണ്. ഞങ്ങൾക്കിത് ഒന്നിനുമില്ല ഒരു പരിഹാരം. എത്ര നാളായി ഞങ്ങൾ ഈ ശിവാൾ വരും അത് വരും ഇത് വരും എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാരവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ റോട്ടിൽ വന്ന് സമരം ചെയ്ത് അന്ന് തന്നെ അപ്പം തന്നെ വരും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒന്നിനൊരു ഇതുണ്ടായിട്ടില്ല. ഈ തീരം സമരമുറകൾ പലതും കണ്ടു. വാഗ്ദാനങ്ങൾ ഒരുപാട് കേട്ടു. ഒന്നും നടപ്പായില്ല. കുറച്ച് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച മണൽവാടയും കടലെടുത്തു തുടങ്ങി. ചെല്ലാനം മോഡൽ സമാശ്വാസ പദ്ധതികൾ കൊണ്ട് മാത്രമേ ഈ ദുരിത ജീവിതത്തിന് ഒരു അവസാനം കാണാനാകൂ എന്ന് ഇവർ പറയുന്നു. ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ചെല്ലാനം മോഡൽ ട്രട്ടോപ്പാടിട്ട് ഈ വൈപ്പിങ്ങരയുടെ 25 കിലോമീറ്റർ ഭാഗം സുരക്ഷിതമാക്കി തരാമെന്നുള്ളതാണ്. ഞങ്ങളുടെ ജീവനും സ്വത്തിനും എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരുന്ന ഗവൺമെൻറ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചെല്ലാനം മോഡൽ ട്രട്ടോപ്പാട് 25 കിലോമീറ്ററിൽ ഭാഗത്ത് അത് ഉണ്ടാക്കിയാൽ ഞങ്ങൾ വെള്ളക്കയറ്റവും നിൽക്കും. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും ഞങ്ങൾക്ക് ഇവിടെ സ്വൈരമായിട്ട് ജീവിക്കാൻ പറ്റും. ഓരോ തിരയും റോഡിലൊരു മണൽക്കൂന നിക്ഷേപിച്ചാണ് പിൻവാങ്ങുന്നത്. ഈ മഴക്കാലം തീരുന്നതോടെ ഉപ്പുവെള്ളം കയറി റോഡും നാമാവശേഷമാകുമെന്ന ഭയപ്പാടിലാണ് ഇവർ. ക്യാമറാമാൻ വിഷ്ണു എസ് ആനന്ദിനൊപ്പം സെയ്ഫുനിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.